കലൂർ സ്റ്റേഡിയം നവീകരണത്തിൽ ഫ്ലഡ് ലൈറ്റ് സ്ഥാപിച്ച കമ്പനിക്ക് പണം നൽകാതെ വഞ്ചിച്ച് അഗസ്റ്റിൻ സഹോദരന്മാർ. ലൈറ്റിംഗ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് നൽകാനുള്ളത് 3.68 കോടി രൂപയാണ്. പണം ആവശ്യപ്പെട്ട് കത്തയച്ച കമ്പനിയെ തഴഞ്ഞ് GCDAയും രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടിൽ പങ്കില്ലെന്ന നിലപാടാണ് GCDAയ്ക്ക്. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുകയാണ്. മിഥുൻ, അങ്ങനെ മെസ്സിയെ പറ്റിച്ച ഈ മെസ്സിയുടെ പേരിൽ തട്ടിപ്പ് നടത്തിയ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നതെല്ലാം കൂടുതൽ തട്ടിപ്പിന്റെ വിവരങ്ങളാണ്. ഇപ്പോൾ നോക്കൂ, ഫ്ലഡ് ലൈറ്റ് സ്ഥാപിച്ച ആ കമ്പനിക്ക് നൽകാനുള്ളത് കോടികളാണ്. എന്താണ് കമ്പനി അധികൃതർ പറയുന്നത്? തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നീലിമ, നമുക്കറിയാം, ഇപ്പോൾ വലിയ ചർച്ചയാണ് ഇവർ മെസ്സിയെ കേരളത്തിൽ എത്തിക്കുമെന്ന് പറഞ്ഞ് നടത്തിയ നീക്കങ്ങളും അതിന് പിന്നിൽ നടത്തിയ ചില അനധികൃതമായിട്ടുള്ള നടപടികളുമെല്ലാം, അല്ലെങ്കിൽ വാഗ്ദാന ലംഘനങ്ങളെല്ലാം ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു തട്ടിപ്പിന്റെ കൂടി വിവരങ്ങൾ പുറത്തു വരുന്നത്, കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം, അതായത് അർജന്റീന ടീം ഇവിടെ കളിക്കണമെങ്കിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയം വേണമായിരുന്നു. ഇതിന്റെ ഭാഗമായി വലിയ മുന്നൊരുക്കങ്ങളും സ്റ്റേഡിയം നവീകരണവും നടത്തിയിരുന്നു. ആ നവീകരണത്തിലാണ് ഇത്തരത്തിലൊരു വഞ്ചന നടന്നതായി ഇപ്പോൾ ഈ കമ്പനി ആരോപിക്കുന്നത്. ലൈറ്റിംഗ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഇപ്പോൾ അത്തരം ആരോപണമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഈ ലൈറ്റിംഗ് ടെക്നോളജീസ് കമ്പനി നടത്തിയത് ഫ്ലഡ് ലൈറ്റിനുള്ള നവീകരണമായിരുന്നു. ഈ ഫ്ലഡ് ലൈറ്റ് നവീകരിച്ചതിൽ 6 കോടി രൂപയിലധികം പണം ഇവർക്ക് നൽകാനുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷെ ആ പണം ഇവർ നൽകിയിട്ടില്ല. കമ്പനി അധികൃതർക്ക് പണം സ്പോൺസർമാരായിട്ടുള്ള റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡ് അത് നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇവർ ആരോപിക്കുന്നത്. ഈ പണം നൽകുന്നതിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് GCDAയ്ക്ക് ഈ കമ്പനി അധികൃതർ സമീപിച്ചിരുന്നു. പക്ഷെ GCDA ഇക്കാര്യത്തിൽ ഒരു ഇടപെടാനാകില്ല എന്ന് പറഞ്ഞ് കൈയൊഴുകുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറാണ്. അതായത് ഈ ലൈറ്റിംഗ് കമ്പനിയും അതുപോലെ തന്നെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡും തമ്മിലുള്ള ഒരു കരാറാണ്. ആ കരാറിൽ ഇടപെടാൻ GCDAയ്ക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈയൊഴിഞ്ഞിരിക്കുകയാണ്. ഇതോടുകൂടി ഈ കമ്പനിയുടെ കോടിക്കണക്കിന് രൂപ കിട്ടാതെ വഞ്ചിക്കപ്പെട്ട ഒരവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത്. ഇത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കലൂർ സ്റ്റേഡിയത്തിൽ വലിയ രീതിയിലുള്ള നവീകരണം നടത്തിയിരുന്നു. ആ നവീകരണത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടാവുകയെല്ലാം ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ കരാർ കമ്പനിയെയും വഞ്ചിച്ചു എന്നുള്ള പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത്.